എനിക്ക് സുഖപ്രസവമായിരുന്നു. നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ ഇങ്ങനെ കൂടി 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 കാൽപ്പാട് കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇവിടെ ഒരു കാൽപ്പാടുണ്ട്. അയ്യോ വെറും കൈയോടെ പോവരുത്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, സ്കൈ ബേബി ഇപ്പൊ എണീച്ച് വന്നിട്ടോളൂ കേട്ടോ. അതിന്റെ കൊഞ്ചല്ലാട്ടോ ഇരിക്കുന്നേ. ഇനിയിപ്പൊ എല്ലാരോടും കൊറേ നേരം ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ആ ഒരു കോമഡി പറയാം. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന് ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാ ഞാന്. അപ്പൊ കുഞ്ഞിപ്പെണ്ണിനുള്ള സർപ്രൈസ് ആയിട്ട് രാവിലെ തന്നെ പോവാണ്. കാണാൻ പറ്റുമോ എന്താന്ന് അറിയത്തില്ല. അപ്പൊ കൂട്ടുകാര് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമുക്കിപ്പൊ. കാരണം നമ്മുടെ വീട്ടിലെ അംഗസംഖ്യ ഇങ്ങനെ കൂടി 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 വരികയാണ്. ഒട്ടും പ്രതീക്ഷിക്കാറ്. പിന്നെ ഞങ്ങൾ ഒരു ഞങ്ങളൊരു വലിയൊരു ഫാമിലി. നമ്മുടെ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ റൈനെ പ്രസവിച്ചു കൂടുക. പട്ടിക്കുഞ്ഞുങ്ങള് കാണിച്ചു തരാട്ടോ. അയ്യോ വെറും കൈയോടെ പോവരുത്. പ്രസവിച്ച് കിടക്കുന്നവരെ കാണാന്. ഈ സാധനം കണ്ട കൂട്ടുകാരെ, ഇതും കൊണ്ട് പീപ്പി ഉണ്ടാക്കിട്ട് ഊതിക്കൊണ്ട് പോട്ടോ. അപ്പൊ കൂട്ടുകാരെ പീപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ശൃംഗാരിമേളത്തിനുള്ളത്. റൈനോട് ചോദിച്ചാൽ ശൃംഗാരിമേള എന്താ ഈ പീപ്പി ഊതുന്നതിന് എന്താ പറയുന്നേ? കൊയല്. ആ റെഡി 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 പോട്ടെ. അപ്പൊ റൈനക്ക് സന്തോഷമായിരിക്കും കേട്ടോ വെച്ച് വെക്കുമ്പോ. കുഞ്ഞാണ്. അപ്പൊ കൂട്ടുകാര്, കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പട്ടിക്കുഞ്ഞിനെ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് കുഞ്ഞിപ്പെണ്ണ് കാണുമ്പോ എന്താ എക്സ്പ്രഷൻ നോക്കണം. സാധാരണ പട്ടികൾ ഇങ്ങനെ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അടുത്തേക്ക് അടിക്കൂലല്ലോ, കടിക്കും മുരങ്ങും ഒക്കെ ചെയ്യും കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നല്ല കേട്ടോ. ഇവള് ഒരു 10-12 പ്രസവം പ്രസവിച്ചില്ലേ. ഇതിപ്പം ഒരു 12-13 വട്ടം പ്രസവിച്ചു. ഇത് 13ാമത്തെ പ്രസവം കേട്ടോ. 100 കുഞ്ഞുങ്ങൾ മേലെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഗോഡൌണിലാണ് കുഞ്ഞുണ്ടായിരിക്കുന്നത്. അപ്പൊ കൂട്ടുകാർ, ഇതാണ് റൈനന്റെ പ്രസവ വാർഡ് കേട്ടോ. നമ്മുടെ വിറക് റൂം. റൈന ഏത് റൂമിലുള്ളെന്ന് അറിയത്തില്ല. റൈന അവിടെ ഒരു കുഴിയുണ്ട്. ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട്. കാൽപ്പാട് കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒരു കാൽപ്പാടുണ്ട്. റൈന അവിടെ ഇല്ല. റൈനന്റെ വാലടിക്കുന്ന ഒച്ചയാണല്ലോ. റൈന. അപ്പൊ കൂട്ടുകാരെ, അങ്ങ് കണ്ടു 2 കണ്ണ് മിന്നുന്നേ. അത് റൈന കേട്ടോ. ഡിമ്മടിച്ച് കാണിക്കുന്നേ, കണ്ണുകൊണ്ട് ഡിമ്മടിച്ച് കാണിക്കുന്നേ കേട്ടോ. റൈന, നീക്ക് കുഞ്ഞുങ്ങളുണ്ടായി ഓടി. ഇതിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ വന്നേ ഞങ്ങള്. അപ്പൊ ഉണ്ടല്ലോ റൈന ഉള്ളിലായിട്ട് കിടക്കുന്നത് കണ്ടോ. അങ്ങ് ഉള്ളില് റൈന കിടപ്പുണ്ട്. കുഞ്ഞുങ്ങള് കാണാനില്ല കേട്ടോ. റൈന, കുഞ്ഞുങ്ങളെയാണോ നക്കി വൃത്തിയാക്കുന്നതെന്ന് അറിയത്തില്ല. കാണാനില്ല കേട്ടോ. കുഞ്ഞുങ്ങളെ കാണാനില്ല. കുഞ്ഞുങ്ങളെ കരച്ചിൽ കേട്ടായിരുന്നു ഇന്നലെ രാത്രി. അറിയത്തില്ല, ചിലപ്പോൾ അപ്പുറ സൈഡിലായിരിക്കും കൂടെ കുഞ്ഞുങ്ങൾ കിടക്കുന്നേ. നീ അവിടെ ഇരുന്ന് പീപ്പിടിച്ച് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. റൈന വരൂല. പോയിപ്പാ. അപ്പൊ റൈനേനെ കാണാൻ പറ്റില്ല കേട്ടോ. റൈന അങ്ങ് ഉള്ളിലാട്ടോ. റൈന ഉള്ളിൽ ഇറങ്ങി വരുന്നില്ല. എന്തായാലും 1-2 ദിവസം കഴിഞ്ഞിട്ട് അവള് ഇറങ്ങി. വേദനയൊക്കെ കാണുമല്ലോ. ഒന്ന് ഓക്കെ ആയി വരാൻ 2-3 ദിവസം എടുക്കും കേട്ടോ. ഇനിയിപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലാട്ടോ റൈന കഴിക്കുള്ളൂ. അപ്പൊ മെല്ലെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരത്തുള്ളൂ ഇനിയിപ്പോ. അപ്പൊ കൂട്ടുകാരെ, എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുമില്ല. റൈനെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അവള് ഉള്ളിൽ അവളെ കണ്ണ് മാത്രം ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും റൈന വന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ. റൈന പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതിന് പുറത്തേക്ക് വരും. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ബെക്കു വന്നായിരുന്നു നമ്മുടെ കൂടെ. ബക്കോ, റൈന ചോദിച്ചേരി, റൈനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിടി. അല്ല ഉണ്ടായിടി അല്ലല്ലോ, ഡായല്ലേ. ഉണ്ടായടാ. നമുക്ക് ഇവനെ കാണിച്ചു നോക്കാം. പിന്നെ എന്താ എക്സ്പ്രഷൻ നോക്കാട്ടോ. ബാ ബെക്കു, വാടാ വാടാ വാടാ. അപ്പൊ അവൻ മണം പിടിച്ചു പോകുന്നുണ്ട്. പോടാ. നിന്റെ മണം തീർന്നു പോയോ? മാറാ ചേട്ടാ, വഴിന്ന് മാറിക്കടാ. ഇവൻ ബ്ലോക്ക് ചെയ്യണല്ലോ. ബെക്കു വാടാ. റൈനെ കാണാൻ പോവാ. എടാ നീ മാമനാടാ, വാ. ഓ പിന്നെ എന്റെ മോനെ. അപ്പൊ മാമൻ കാണാൻ വരും കേട്ടോ. ബെക്കു മാമനായതിന്റെ സന്തോഷത്തിലാന്ന് തോന്നുന്നു. ബെക്കു വാടാ. റൈന അനങ്ങനെ ഒച്ച കേട്ട് പേടിയായിരുന്നുണ്ട് ബെക്കു. റൈന ഇറങ്ങി വന്നു. ബെക്കുനെ കണ്ടപ്പോ റൈന ഇറങ്ങി പോന്നു. നോക്ക് എന്റെ മോനെ. സന്തോഷായി. ബെക്കു മാമനായി. ബെക്കു, നീ ഒരു മാമനായടാ മുത്തേ. റൈന, എന്റെ ദൈവമേ, എങ്ങനെ ചോദിച്ചപ്പാ
ഓ കരയുവാട്ടോ പാവം. സാരമില്ല അടി. ചക്കിച്ചിക്കുറ്റി എന്റെ ദൈവമേ. അപ്പൊ അതാണ്ട് രണ്ടുപേര് ഇവിടെ ഉണ്ട്. നിന്റെ വേദന എന്താ? നീ വിഷമിക്കണ്ട, നീ റെഡിയാവും. സാരമില്ല. കണ്ടോ റൈനെ നോക്ക്, റൈനെ മൂക്കൊക്കെ കുഴി കുത്തിയതാന്ന് തോന്നുട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇവിടെ എപ്പത്തെയും പ്രസവവാർഡ് ഇതാട്ടോ. എപ്പോഴും കൂടൊക്കെ ഒരുക്കി കൊടുത്തിട്ടും കാര്യമില്ല. എത്ര കുഞ്ഞുണ്ടായാലും അതൊക്കെ ഇതിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ കൂട്ടുകാരെ കുറച്ച് ദിവസം കഴിയുമ്പോ നമ്മൾ താഴെയുള്ള കൂട്ടിലോട്ട് മാറ്റി കേട്ടോ. കുഞ്ഞിനെ എടുത്തോണ്ടെങ്കിൽ നമ്മൾ പോകും. അവളെ കൂട്ടിക്കൊണ്ടുവരവ് അതാണ്. കണ്ടോ ബക്കു ചോദിക്കുവോ? സുഖാണെന്ന് ചോദിക്കുന്നുണ്ട്, വിശേഷം ചോദിക്കുന്ന തോന്നുന്നു. എന്റെ ദൈവമേ. സാരല്ല ബക്കു കട ബക്കുവിനെ ഫുൾ ഡിമാൻഡ് ആയിരിക്കും. ബക്കു മാമനായില്ലേ? അതെ, എന്തൊക്കെ പണിയുണ്ട് ഇനി. കടിക്കണം, ഓടിക്കണം, ചാടിക്കണം. ഈ ചാടി കളിക്കണം പിള്ളേർക്ക്. ഇവിടെ എന്തൊക്കെ പരിപാടി എനിക്ക്. വീട്ടിൽ പോവാം. അപ്പൊ അതിനെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകട്ടോ. അതിനേക്ക് കുറച്ച് ഫുഡ് കൊടുത്തിട്ട് വരാം. അതിന് പോട്ടെ വീട്ടിൽ പോട്ടെ. മെല്ലെ പോ. ഈ ബക്കു ആണെങ്കിൽ നോക്ക്, ബക്കു തെങ്ങും കുഴി വീണു. ബക്കു അടി വാങ്ങൂട്ടോ. മെല്ലെ പോ. നല്ല വിശപ്പുണ്ടാവും കേട്ടോ. ഇപ്പൊ ഇനി മെല്ലെ ഫുഡ് കഴിച്ച് തുടങ്ങത്തുള്ളൂ. അതിലേക്ക് ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുക്കാം നമുക്ക്. എടാ നീ അടി നീ വാങ്ങിക്കും. വീട്ടിൽ പോടാ. വിഷമായിട്ടവന് മാമനാന്ന് പറഞ്ഞിട്ട് റേഞ്ച് ആവാൻ നോക്കിയതാ. ആ കോഴി തുറന്നോണ്ട് നോക്കിയോ ബക്കുവിന്. കോഴിയെ കാണുമ്പോൾ ബക്കുവിന് അവൻ അങ്ങ് അളകും. റൈനെ മുട്ട നോക്കാൻ വേണ്ടി വരും കേട്ടോ. റൈന് സാധാരണ തന്നെ വന്ന് മുട്ടയൊക്കെ എടുത്ത് തിന്നുന്ന കേട്ടോ കുട്ടിന്ന്. ദൈവമേ, ഞമ്മക്ക് രൈനിക്ക് വെള്ളം കൊക്കാ. എന്റെ ദൈവമേ. വാ ബക്കു കൂട്ടി കയറിക്കോ. ബക്കുവിനെ കൂട്ടി കയറിയിട്ടുണ്ടല്ലേ അവൻ കോഴിനൊക്കെ പറപ്പിച്ചുകൊണ്ട് അടിക്കും കേട്ടോ. അപ്പൊ റൈനയ്ക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. റൈനന്റെ പാത്രം എടുക്കട്ടെ. റൈനന്റെ പാത്രത്തിൽ നമുക്ക് റൈനയ്ക്ക് കുറച്ച് പാലിട്ടൊന്ന് നോക്കാം. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കോഴിയുടെ മുട്ട ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് റൈനയ്ക്ക് ഒരു മുട്ട കൊടുക്കാം. കോഴി ബക്കറ്റ് മേലെ മുട്ട ഇട്ടോ. അത് കൊള്ളാം. ഇതപ്പോ റൈനയ്ക്ക് കേട്ടോ. റൈന മാടി എന്നാ മുട്ട. അപ്പൊ പ്രസവം കഴിഞ്ഞിട്ട് ആദ്യത്തെ മുട്ട റൈനയ്ക്ക്. പോട്ടെ. അപ്പൊ നമ്മുടെ റൈന വന്ന് മുട്ടയൊക്കെ പൊട്ടിച്ച് തിന്നോണ്ടിരിക്കുക കേട്ടോ. മിറ്റത്തിട്ട് ഓംലെറ്റ് അടിച്ച് തിന്നവരിട്ടിരുന്നേ. ബക്ക് നടപ്പോ അവിടെ ഇരുന്നിട്ട് ഗോതിമിട്ടോണ്ടിരിക്കുന്നുണ്ട്. നീ എന്താ ഓർത്ത് വരാത്തെ? അവനെ കൂട്ടി കയറ്റിയിട്ട് നമ്മൾ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ അവൻ വാതിൽ തുറന്നിട്ടിട്ടാണ് അതിന് പുറത്തിറങ്ങൂല കേട്ടോ. അവൻ അങ്ങനെ ഉള്ളി വെക്കും. അവർക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് പാല് കൊടുക്കാം. അപ്പൊ കൂട്ടുകാരെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിറച്ച് നമുക്ക് റൈനയ്ക്ക് പാല് കൊടുക്കാം കേട്ടോ. റൈന നോക്കിയിരിക്കുന്നുണ്ട്. മടി പാല് കുടിക്കാം. ബക്കുവിന് രാവിലെ പാല് കൊടുത്തതല്ലേ? അപ്പൊ അവൻ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. വിശന്നിട്ട് വയ്യടാ. അപ്പൊ റൈന പാല് കുടിച്ച് വിടാറാ അവിടെ കൂടെ. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണ്ടേ? അപ്പൊ റൈന സൂപ്പറായിട്ട് പാല് കുടിക്കുന്നുണ്ട് കേട്ടോ. ബക്കു അവിടെ കൊതിമിട്ടിരിക്കുന്നുണ്ട്. റൈനയ്ക്ക് സുഖപ്രസവമായിരുന്നു. എത്ര കുട്ടികളാണെന്ന് അറിയത്തില്ല. നമ്മളതിന് കുറച്ച് ദിവസം കഴിയേണ്ടി വരും. എത്ര കുട്ടികളുണ്ടെന്ന് അറിയാന്. കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ അറിയാണെങ്കിൽ എത്ര ഉണ്ടാവും? ഒരു 6. ഞാൻ പറയുന്ന ഒരു 8. നമുക്ക് നോക്കാട്ടോ. അപ്പൊ റൈന കുടിച്ചു കഴിഞ്ഞ് പോവാട്ടോ. റൈന പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൈന തിരിച്ച് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ഓടുകാരെ റൈന അങ്ങനെ തിരിച്ച് പോയിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക്. അവള് പെട്ടെന്ന് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ട്. കുഞ്ഞല്ലേ, അപ്പൊ അമ്മയില്ലേ, കുഞ്ഞുങ്ങളെ കരയൂലേ. അതുകൊണ്ട് റൈന പെട്ടെന്ന് ഓടി പോയിട്ടോ. അങ്ങനെ കേട്ടോ. കുഞ്ഞുങ്ങൾ കരയും. അപ്പൊ ഇതിനു മുന്നേ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്താട്ടോ റൈനയും പ്രഗ്നന്റ് ആയിരുന്നത്. അപ്പൊ കുഞ്ഞിപ്പെണ്ണുണ്ടാവുന്നതിന് തൊട്ടൊരു മാസം മുന്നെയാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിന് മുന്നേ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നോക്കാം. പിന്നെ നമ്മൾ എപ്പോഴും റൈനേന്റെ കൂടെ ഇപ്പൊ ഇങ്ങനെ പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് പോയി നിൽക്കുന്നേ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് അധികം അടുത്തേക്ക് പോകുന്നൊന്നുമില്ല. അവള് ഉഷാറാകുമ്പോ അവള് തന്നെ വരും. ഇനിയിപ്പോ തന്നെ പുറത്തേക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കാൻ വിശക്കുമ്പോ തന്നെ വന്നോളൂ കേട്ടോ. കൂട്ടലിനാണ് ഭയങ്കര മടി. ആദ്യം വരാനാണ് ഒക്കെ ഒരു മടി. അപ്പൊ വേദനയൊക്കെയല്ലേ. ഒരു പ്രസവം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും നമുക്കാണെങ്കിലും മനുഷ്യന് തന്നെ ആണെങ്കിൽ പ്രസവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര വലിയ സംഭവമാണെന്ന്.
മനുഷ്യ പോലെ തന്നെയല്ലേ മൃഗങ്ങളും, അവർക്ക് എത്രമാത്രം അതും തന്നെ ഒന്ന് ഓർത്തോക്ക്. അതാ ഞാൻ അതിനെ തന്നെ അപ്പൊ റൈനെ തന്നെ അതിന്റെ ഉള്ളിൽ കൂടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് ഇങ്ങനെ പ്രസവിക്കുമ്പോ തന്നെ കൂടെ ആരും ഇല്ലല്ലോ. അപ്പൊ അവർക്ക് ഇതൊന്നും അവസ്ഥ ഓർത്തോക്കല്ലേ. റൈനയ്ക്കെന്ന് വെച്ചാൽ 100 കുഞ്ഞുങ്ങൾ മേലെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം 13 വലിയൊരു ഫാമിലിയാണ് അവളുടെ. കൊറേ പ്രസവിച്ചിട്ടുണ്ട് അവള്. ഒന്ന് ഓർത്ത് നോക്ക്, അവളുടെ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുവാണ്. എത്ര പിള്ളേരുണ്ടാവും ഒരു യുദ്ധത്തിന് മാറുള്ള പട്ടിക്കുഞ്ഞുങ്ങളുണ്ടാവും. കുഞ്ഞിപ്പണ നോക്കൂ എന്ത് സംഭവം. ചിക്കരി മഞ്ഞോ അപ്പൊ അവിടെ കുഞ്ഞിപ്പണ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പണ കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞൊരുപ്പൊക്കെ ഇറ്റ് അഞ്ചോ അഞ്ചോ അച്ചോ അച്ചോ എന്റെ ദൈവമേ. ബ്ലസ് യു.